നമസ്കാരം. മുഴുനില വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് കണ്ണൂർ. സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ 4ാം കിരീട നേട്ടം. കോഴിക്കോട് 2ാമത്. കൊല്ലം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത കലോത്സവമെന്ന് പ്രതിപക്ഷ നേതാവ്. ജയപരാജയങ്ങൾ കലാപ്രവർത്തനത്തെ ബാധിക്കരുതെന്ന് മമ്മൂട്ടി. മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്തതിന് കാരണം സർക്കാരെന്ന് ഗവർണർ. ബില്ലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ ലഭിച്ചു. വിശദീകരണം ചോദിച്ചെങ്കിലും സർക്കാർ നൽകിയില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. നാളെ ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും പ്രതികരണം. ജില്ലയിൽ നാളെ LDF ഹർത്താൽ. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിൽ പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. പ്രതികളെ വെറുതെ വിടാൻ ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്ന് കോടതി. പ്രതികളുമായി ഗുജറാത്ത് സർക്കാർ ഒത്തുകളിച്ചുവെന്ന വിമർശനം. BJP ക്രിമിനലുകളുടെ രക്ഷാധികാരിയെന്ന് രാഹുൽ ഗാന്ധി. KSRTC ജീവനക്കാർക്ക് 2 ഗഡുക്കളായി ശമ്പളം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. ആദ്യ ഗഡു എല്ലാ മാസവും 10ാം തീയതിക്ക് മുൻപ് നൽകണം. 2ാം ഗഡു 20-ന് മുൻപ് നൽകാനും ഉത്തരവ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ന്യായീകരിച്ച DK ശിവകുമാർ. ജനങ്ങളുടെ വികാരത്തെ മാനിക്കണമെന്ന കർണാടക PCC അധ്യക്ഷൻ. വിഷയത്തിൽ AICC നിലപാട് വൈകാതെയെന്നും പ്രതികരണം. വിശദമായ വാർത്തകളിൽ ആദ്യം കാണാം കൊല്ലത്തു നിന്നും ഇല്ലത്തുത്സവം. GTech പ്രസൻസ് NITC ഇല്ലത്തുത്സവം